അപ്പോൾ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഞങ്ങൾ വെക്കേഷനായപ്പോൾ ഞാനും എൻ്റെ കസിനും കൂടി അമ്മാമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ അടുപ്പൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് നടന്നു വരാനുള്ളൂ. അപ്പോൾ ഇവിടെ അമ്മാമ്മ കൊണ്ടുവന്നു. അങ്ങനെ ഞങ്ങളിത് അമ്മിക്കല്ലിലിട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇവിടെ അമ്മിക്കല്ലും അടുപ്പും എല്ലാം ഉണ്ട് പുറത്തിട്ടോ. അപ്പോൾ ഞങ്ങൾ അവിടെയാണ് മിക്കവാറും കളിക്കാറ്. അങ്ങനെ ഇവളും കൂടി, ഇതാണ് കേട്ടോ എൻ്റെ കസിൻ, ഇവളും ഇട്ട് അരച്ചുകൊണ്ടിരിക്കുകയാണ്. അരയ്ക്കാൻ പേടിയാണെങ്കിലും അവൾ ജസ്റ്റ് അവളുടേതായിട്ടുള്ള രീതിയിലാണ് അവൾ അരച്ചത്. പിന്നെ ഇത് ഞങ്ങൾ കറി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് മീൻകറിയാണ്. ഇതാണ് കേട്ടോ ഗൈസ് അവോക്കാഡോ മരം. ഞങ്ങളിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയായിരുന്നല്ലോ. ഇളക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അമ്മ പറഞ്ഞു, ഇതേടാ ഇവിടെ അവോക്കാഡോ മരം ഉണ്ട്, അതിൽ അവോക്കാഡോ ആയിട്ടുണ്ട്. അപ്പോൾ ഇതേ അവോക്കാഡോ ആയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്നത്. അവോക്കാഡോ കായുമായിട്ടുണ്ട്, 2-3 അവോക്കാഡോ ആയിട്ടുണ്ട്. അത് വലുതാവാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ കടയിൽ പോവാണ് കേട്ടോ. എവിടേക്ക്? വെറുതെ കളിയിൽ ചെടി പറിക്കാൻ വേണ്ടി പോവാണ്. ചെടി പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നടന്ന് പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാടാ അവിടെ ഒരു പാലം കണ്ടു കേട്ടോ. ഞങ്ങൾ ഇപ്പം കാണിച്ചു തരും. നമ്മുടെ പാലം എത്തിയിരിക്കുന്നു. ഇല പറിക്കാൻ പോയിട്ട് ഞങ്ങൾ പാലം കണ്ടപ്പോൾ പാലത്തിൻ്റെ നേരെ കേട്ടോ. കണ്ടോ, കുഞ്ഞി പാലമാണ്. അതിൽ ഞാൻ മാത്രമേ കയറിയുള്ളൂ, ഇവൾക്ക് പേടിയായതുകൊണ്ട്. എനിക്കാണെങ്കിൽ കാല് വെച്ചപ്പോഴത്തേക്ക് ഞാൻ സ്റ്റാച്ചു ആയിപ്പോയി. സ്റ്റാച്ചു എന്ന് പറഞ്ഞാൽ നിന്നെടുത്ത് നിന്ന് എനിക്ക് അനങ്ങാൻ പറ്റില്ല. ഇത് കിടന്ന് അനങ്ങിക്കൊണ്ടിരിക്കണേ. എനിക്ക് അങ്ങോട്ടും ഒരു ചുവട് വയ്ക്കാൻ പറ്റില്ല. പുറകിലോട്ടാണെങ്കിൽ പിന്നെ കയറേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ആയതുകൊണ്ട് പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് പിടിച്ച് ഞാൻ ഒരു ചെടിമേലാണ് പിടിച്ച്. ചെടിയുമൊക്കെ പിടിച്ച് ഞാൻ വിചാരിച്ചു ചെടി എങ്ങനെ പൊളിഞ്ഞു വീണാലോ ഞാൻ വീഴുമ്പോൾ. പക്ഷേ ഞാൻ ചെടിയുമേ പിടിച്ചിട്ട് ഞാൻ അപ്പുറത്തേക്ക് കടന്നു. കണ്ടോ, ഞാൻ കടക്കുമെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ കടന്ന് അപ്പുറത്തേക്ക് എത്തിയപ്പോൾ അങ്ങനെ അപ്പുറത്തേക്ക് കടന്നപ്പോഴത്തേക്കും അവിടുത്തെ കല്ലൊക്കെ കിടന്ന് ഇളകണ്. അപ്പം എനിക്ക് പേടിയായി. എന്നിട്ട് അവിടെ നിന്ന് കയറാൻ വന്നപ്പോൾ വീണേനെ ജസ്റ്റ് ഒന്ന് വീഴ്ച കാണാൻ പറ്റിയേനെ. പക്ഷേ വീണില്ല കേട്ടോ. ഇറങ്ങാൻ ഭയങ്കര സിമ്പിളായിരുന്നു. ഇതാണ് ഞങ്ങളുടെ ഇവിടുത്തെ പുളിമരം. ഞങ്ങളിവിടെ എരിമ്പാമ്പുളി എന്നും പറയും, ചെമ്മീൻ പുളി എന്നും പറയും. പക്ഷെ ഞാനിവിടെ ബേസിക്കലി പറയാറ് ചെമ്മീൻ പുളി എന്നാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.